വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല എന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളെ മാത്രം 6 മേജർ ശസ്ത്രക്രിയകൾ മുടങ്ങും. പ്രതിസന്ധി പരിഹരിക്കാനായില്ലെങ്കിൽ വരുന്നയാഴ്ച 30-ലധികം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരും. ചികിത്സ മുടങ്ങിയതോടെ കടുത്ത ആശങ്കയാണ് രോഗികൾക്കുള്ളത്. സുനിഷ അയ്യലൂർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ, നാളെ മാത്രം 6 പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളാണ് മുടങ്ങാൻ പോകുന്നത്. ഈ ആഴ്ചത്തെ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ 30-ലധികം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് വലിയ പ്രതിസന്ധിയായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മേധാവി തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണോ? കഴിഞ്ഞ ദിവസമാണ് എ റഹീം MP കേന്ദ്ര ഇടപെടൽ തേടി കത്തയച്ചത്. എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണേണ്ട എന്നതാണോ? വിനിത, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ പ്രതിസന്ധി ഏതായാലും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. നേരത്തെ ശ്രീചിത്രയുടെ ഒരു ചെറിയ വിശദീകരണ കുറിപ്പ് വന്നതിൽ എല്ലാ സർജറികളും മാറ്റിവെക്കില്ല, പക്ഷേ ന്യൂറോ ഇന്റർവെൻഷണൽ ചികിത്സകൾ മാറ്റിവെക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ വാങ്ങുന്ന പ്രവർത്തനങ്ങൾ അത് തുടരുകയാണ് എന്നുള്ളതായിരുന്നു വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ റേഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ കത്ത് നൽകിയത് തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ ചികിത്സ നടത്താൻ കഴിയില്ല, ഉപകരണങ്ങൾ എത്തിയില്ല എന്നതുള്ളതായിരുന്നു. പക്ഷെ അതിലൊരു കൃത്യമായ മറുപടി നൽകാൻ ഈ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം രോഗികളെല്ലാം തന്നെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെയുള്ള ചികിത്സയൊക്കെ തന്നെയും മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ന്യൂറോ റേഡിയോളജി ചികിത്സയൊക്കെ തന്നെയും മാറ്റിവെക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നാളെ മാത്രം 6 മേജർ സർജറികളാണ് നടക്കാതിരിക്കുക എന്നുള്ളതാണ്, മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ച മുഴുവൻ ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ 30ഓളം ചികിത്സ മാറ്റിവെക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ രോഗികൾക്ക് എപ്പോഴാണ് ഇത് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഇനി ഏത് സമയത്ത് സർജറി നടത്താം എന്നുള്ളൊരു കൃത്യമായ വിവരം നൽകാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സർജറിക്കൊക്കെ തയ്യാറായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയിലേക്ക് മാറുന്നു. ഇനി അടുത്ത ആഴ്ചയ്ക്ക് നോക്കുകയാണെങ്കിൽ പോലും ഈ സർജറികൾക്ക് നേരത്തെ തന്നെ ഡേറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സർജറികൾ 30ഓളം സർജറികൾ മാറ്റിവെക്കേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ അത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഏത് ആശുപത്രി മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണല്ലോ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. സുനിഷ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ശസ്ത്രക്രിയ റീഷെഡ്യൂൾ ചെയ്യുന്നു എന്നറിയിക്കുന്നതല്ലാതെ ഇത് എപ്പോൾ നടത്തും എന്നറിയില്ല. മാത്രമല്ല അടുത്തയാഴ്ച നടത്തേണ്ടുന്ന ശസ്ത്രക്രിയകൾ ഉണ്ടാകുമല്ലോ, അത് വീണ്ടും നീണ്ടുപോകും. ഈ കരാറിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? വിനിത, നിലവിൽ അത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ കരാർ പുതുക്കിയാൽ തീർച്ചയായിട്ടും ഈ ഉപകരണങ്ങൾ എത്തിക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നുള്ളതാണ്. നമ്മൾ ശ്രീചിത്രയുടെ തന്നെ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. ഇവർ പറയുന്നത് മെറ്റീരിയൽ വാങ്ങുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില കാലതാമസം എടുക്കുമെന്നുള്ളതാണ്. പക്ഷേ കരാർ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളത് അവിടെയുള്ള ഡോക്ടർമാർക്കോ HOD-മാർക്കോ പോലും കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ മാത്രം 2023-ലാണ് അവസാനമായി കരാർ പുതുക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം ഓരോ വർഷവും കരാർ പുതുക്കേണ്ടതുണ്ട്. അത് ഈ വില കൂടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയായിരുന്നു ഓരോ വർഷവും പുതുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ 2023-ന് ശേഷം കരാർ പുതുക്കുന്ന നടപടികളിലേക്ക് ശ്രീചിത്ര കടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും അത് കരാർ പുതുക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തേണ്ടതുണ്ടെങ്കിൽ, പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനിത, നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ പോലും പലർക്കും സംശയം വരുന്നത് ഇത് കേരളത്തിന്റെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെതാണോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് കേന്ദ്രത്തിന്റെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിൽ ആ വിഭാഗത്തിൽ വരുന്നതാണ്, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് MP എ റഹീം MP ഉൾപ്പെടെ ഈ വകുപ്പ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് ഈ മന്ത്രിക്കായി ഈ കത്ത് നൽകുകയും ചെയ്തത്. പക്ഷേ ഈ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ ഒരു മറുപടി ഇവിടേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഒന്നുകിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കരാർ പുതുക്കുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ കരാറുകാരെ ഈ പണം, അതായത് ഈ കരാർ പുതുക്കാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള ചില ഉപകരണങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെയും കരാറുകാർ എടുത്തു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഒരു ഉപകരണം ഇല്ലാതെ കൃത്യമായി ശസ്ത്രക്രിയ നടത്താനാകാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അവിടുത്തെ ഡോക്ടർമാർ എന്നുള്ളത് തന്നെയാണ്. നിരവധി രോഗികൾ ഇപ്പോഴും ആശങ്ക അറിയിച്ചുകൊണ്ട് നമ്മളെ ഉൾപ്പെടെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, അതാണ് നിരവധി രോഗികളാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.